അത് അതിനകത്ത് ചായ കുടിക്കാം, പായസം കുടിക്കാം, പാല് കുടിക്കാം, അത് എല്ലാം ഉപയോഗിക്കാം. പാലൊക്കെ ഒഴിച്ചാൽ പിരിഞ്ഞു കൊണ്ട് പേടിക്കുകയും വേണ്ട, ഒന്നും പേടിക്കണ്ട. കള്ളും കുടിക്കാം. അതെ അതെ. 4 ടൈപ്പ് കറി വെക്കാം. കറിയല്ല, തോരൻ, അവിയല്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ കുറെ വെക്കാം. 4 ഐറ്റം വെക്കാം. പിന്നെ നല്ല സ്പൂൺ ഉണ്ടാവും. ഇത് നമ്മള് തേക്കുന്നടിയാണ്. എന്തോ സംഭവം? അത് നമ്മുടെ ഈ മീ തവിയുടെ പിന്നെ കമുക്. ആ കവുങ്ങ്. ഓ ശരിയാ, ഞാൻ എന്ത് മണ്ടത്ര പറഞ്ഞു. തിരിച്ചു നോക്ക്, കണ്ടോ അതിന്റെ വർക്ക് കണ്ടോ? ഇത് പിന്നെ ഈ ഇതൊക്കെ ഒറ്റ തേങ്ങയാ. അതാണ് ഇത് ഒരു തേങ്ങ മേളിരിക്കുന്നില്ലേ? ഇത് ഒരു തേങ്ങയാ. അമ്മ കൊണ്ടുവരാൻ കേട്ടോ വിളക്ക്. അതും കൊള്ളാം കേട്ടോ. ചെയ്ത് കൊടുക്കൂ? തീർച്ചയായും കൊടുക്കുവല്ലേ? തീർച്ചയായും. രണ്ടുപേരും ഇങ്ങനെ നിൽക്കും കേട്ടോ, എന്ത് വെള്ളം ചെയ്തു തരാൻ വേണ്ടി. നമുക്ക് ആവതുണ്ടെങ്കിൽ ചെയ്യും. എന്തോ സംഭവം ഇത്? നമ്മുടെ നിലവിളക്ക്. നിലവിളക്കോ? വലിയ നിലവിളക്ക്. ഇപ്പം അടുത്തിടെ ഞാൻ പണിഞ്ഞതാണ്. ഓ, ഒന്ന് കാണിച്ചു നോക്കട്ടെ. 2 ഓ, ഇളക്കി വെക്കല്ലേ? ഇളക്കി വെക്കാം. സെറ്റ് ചെയ്യുന്ന 3 ഊരി എടുക്കുന്നത്. 3 അമ്മേ, ഇനി എന്തുണ്ട് അമ്മ വിശേഷം? അങ്ങനെ വിളക്ക് സെറ്റ് ചെയ്യാൻ പോയില്ലേ? ആരും വേണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? 2 കൊടുത്തു ഞാന്. വിളക്കുണ്ടാക്കി കൊടുത്തോ? അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമുക്ക് വേണ്ടി പിന്നെ നമുക്കിത് ആരെങ്കിലും വന്നാലൊന്ന് കാണണമല്ലോ, അതുകൊണ്ട് കൊടുക്കാൻ വെച്ചിരിക്കുവല്ലേ? അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. 2 കൊടുത്തു ഒരു വീട്ടിലേക്ക്. ആണല്ലേ? അമ്മയൊക്കെ സഹായിക്കാറുണ്ട് ഇപ്പം? ഞാൻ അമ്മയും കൂടെ ഇപ്പൊ സഹായിക്കുന്നു. ഇപ്പോഴും സഹായിച്ചോണ്ടിരുന്നത്. അന്നേരം ഞാൻ വന്നതിന്റെ പേരിലാണ് അമ്മ പണി നിർത്തി വെച്ചത്. അന്നേരമാണ് ഞാൻ പണി നിർത്തിയത്. ഫുള്ള് ചിരട്ടയല്ലേ? ഫുള്ള് ചിരട്ട. അതാണ്ടേ. ഓ, ഇത് അടിഭാഗം അല്ലേ? ഇത് അടിഭാഗം. ഇത് നമ്മള് ത്രെഡ് ഇട്ടിരിക്കുകയാണ്. അമ്മയുടെ പണി ചെയ്തോ? കുഴപ്പമില്ല, ചെയ്തോ. ഞാൻ വന്നതിന്റെ പേര് പണി നിർത്തണ്ട. വലിയ വിളക്കല്ലേ? വലിയ വിളക്ക. എണ്ണ ഒഴിച്ച് കത്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, കത്തിപ്പോ. നമ്മുടെ സീരിയൽ ബൾബൊക്കെ ഇട്ട് നമ്മുടെ സ്റ്റെയറിന്റെ ഭാഗത്തേക്കുള്ളതിനായിട്ടാ ചെയ്തത്. ഒരു വീട്ടിൽ കൊടുത്തത്. നമ്മുടെ അകത്തുകൂടെയുള്ള സ്റ്റെയർ ഇല്ലേ, അപ്പൊ അതിന്റെ 2 സൈഡില് സീരിയൽ ബൾബ് ഇട്ട്, പിന്നെ ഫ്രണ്ടില് ഇതിൽ വെക്കാം. ഒരെണ്ണം മേടിച്ചാല് അമ്മ എല്ലാം പോന്ന്. അതാണ്. അങ്ങനെ വിളക്കായില്ലേ? വേറെ ഉണ്ടോ അതിനകത്ത്? ഓ, ശ്രീകൃഷ്ണൻ. ഇതിന് നേരത്തെ നമ്മളുള്ള ശ്രീകൃഷ്ണന് എല്ലാ മുത്തുകളും അത് ഇതൊക്കെ കൊടുത്തായിരുന്നു. ഇതിന് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു സാധനങ്ങളും നമ്മൾ കൊടുത്തിട്ടില്ല. ഫുള്ള് ചിരട്ടയല്ലേ? ഫുള്ള് ചിരട്ടയാണ്. ഫുള്ള് ചിരട്ടയാണ്. പുറത്തൊന്നുമില്ല. പിന്നെ ഗമ്മ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? വേറെ ഒന്നുമില്ല. ചിരട്ടപ്പടിയും മാത്രമേ ഉള്ളൂ. ഗമ്മ് വെക്കത്തില്ല. ഇതെല്ലാം ചിരട്ടയാ. ഒന്നും വേറെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. വെറി ഉണ്ടാവും. അതെ, വിണ്ടിരിക്കും. അതെ, അകന്നിരിക്കും. അങ്ങനെ വെറിച്ചു പോവാ എന്നൊരു വാക്ക് ഞാൻ ആദ്യമായിട്ട് കേട്ട. നമ്മള് 2 വർഷമായില്ലേ അമ്മേ? 2 വർഷം മുന്നേ കൂടുതലായി. 2 വർഷം മുമ്പ് ഞാൻ ഒന്ന് വന്നായിരുന്നു. അന്ന് എവിടെ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടേലേ? തിരുവനന്തപുരത്ത് വെച്ച്, കനകക്കുന്നി വെച്ച്. അവിടെ വെച്ച് കണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് 2 വർഷം മുമ്പ് കനകക്കുന്ന് അവിടെ വെച്ചില്ല. എന്റെ അടുത്ത് വേണോന്ന് ചോദിച്ചായിരുന്നു. എന്തെങ്കിലും വേണോന്ന് ചോദിച്ചായിരുന്നു. വേണ്ട, ഞാൻ ഒരു കാര്യം, അമ്മയുടെ സ്ഥലം ചോദിച്ചില്ലേ? സ്ഥലം ചോദിച്ചു ഇവിടെ വന്ന് റീഡ് ചെയ്തായിരുന്നു. അന്ന് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് മേളകളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി കുറച്ച് സാധനങ്ങളകത്തിരിപ്പുണ്ട്. അത് നമ്മൾ അന്ന് കണ്ടല്ലേ? അത് വേണേ നമ്മളെ ഈ വീഡിയോ കാണുന്നവർക്കേ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടേ നമ്മള് കമന്റ് സെക്ഷൻ പിൻ ചെയ്തേക്കും. കയറി കണ്ടു നോക്കിയാൽ കേട്ടോ. 2 വർഷം മുമ്പ് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോ നമ്മള് ജഗ് പണിയിരിക്കും. ഇത് പരീക്ഷണമായിട്ട് നമ്മൾ ചെയ്ത് ഇപ്പൊ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ അതാ വെള്ളം നിറച്ച് വെച്ചിരിക്കുക. വെള്ളം നിറച്ച് നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. ഇതിവിടെ നമ്മള് വെള്ളം നിറച്ച് വെച്ച് അതുണ്ടോ? ഇന്നലെ ഒഴിച്ചു വെച്ച വെള്ളം അതേ പിടിച്ചിലിരിക്കുന്നുണ്ടോ? നമ്മൾ അതേ രീതിയില. ഇപ്പോഴും തിരുവനന്തപുരത്ത് ഇപ്പൊ നമ്മൾ കൊടുത്തായിരുന്നു. ഇപ്പൊ അയച്ചു കൊടുത്ത് ഇപ്പൊ 4 ദിവസം ആയതേ ഉള്ളൂ. പുട്ടുകുറ്റിയാണ് ഈ പണിഞ്ഞോണ്ടിരിക്കുന്നത്. പുട്ടുകുറ്റിയും ജഗ്ഗും കൊടുത്തായിരുന്നല്ലേ? പുട്ടുകുറ്റി അതെന്താ? ചിരട്ട തന്നെയായിരുന്നോ? ചിരട്ട തന്നെയായിരുന്നു. പുട്ടുകുറ്റി കണ്ടിട്ടില്ല, മറ്റേ എടുത്തോണ്ട് പോവാ. അതാ ചെയ്ത് വെച്ചേക്കുന്നത്. ചിരട്ടപ്പുട്ടയും കണ്ടിട്ടുണ്ട്. ചിരട്ടപ്പുട്ട അതാ ചിരട്ട. അതിന്റെ ആ സാധനം തന്നെ.
നമ്മൾ ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 10-16 ഇതിപ്പോൾ പുട്ടുകുറ്റിയാണ് ആ പുട്ട് മേക്കറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം 16 എണ്ണത്തിന് ഞാനിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ തുടങ്ങിയതാണ്. അപ്പം നാളെ ആകുമ്പോഴത്തേനും അത് നിലവിലിപ്പോൾ ലാസ്റ്റ് എവിടെ പോയത്? ഇപ്പം പാലക്കാട് പോയി. ഇപ്പം 8-9 നമ്മുടെ മാർത്തമ്മ സ്കൂളിൽ കുണ്ട്ര കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സർക്കാരായിട്ട് വിളിപ്പിച്ച് ഇപ്പം അവരുടെ നമ്മുടെ 2000 രൂപ നമുക്ക് പേയ്മെൻറ്റ് തരും. 3 ദിവസം ഉണ്ടായിരുന്നു 6000 രൂപ അവിടെ പേയ്മെൻറ്റ് വന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിനാണ്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതാണ് പുട്ടുമേക്കർ. ഉണ്ടോ? ചില്ല് ഉൾപ്പെടെ ഉണ്ട്. ഇതിനകത്ത് ചില്ല് ഉൾപ്പെടെ ഉണ്ടോ? കുക്കറി വെക്കുന്നത്. അതിൻ്റെ നീടലത് അതാ പുട്ടുമേക്കർ. ഇതൊക്കെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ട് ഇത് ഓൺലൈൻ നമ്മൾ വന്നുകൊണ്ട് മോനെ അന്ന് ഇട്ട വീഡിയോക്കകത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് പോയി. ഒരുപാട് സാധനങ്ങൾ പോയി. ഇത് നമ്മുടെ ഇത് അന്ന് കണ്ടിട്ടുണ്ട്. ഇതുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോകാമോ? കുഴപ്പമില്ല. അതൊക്കെ ഉണ്ട് അതിനകത്ത് കാണണം. അവൻ്റെ വീഡിയോ കാണണം. പഴയ സാധനങ്ങളൊക്കെ കാണണം. അതിലൊക്കെ ഒരുപാട് സാധനങ്ങൾ പോയി. മയിലൊക്കെ പോയില്ലേ? അത് ഒരുപാടുണ്ടായിരുന്നു. അന്ന് ഒന്നും പോവാതെ ഇവിടെ ഇരുന്നായിരുന്നില്ലേ? ഒരുപാട് സാധനങ്ങൾ. ആദ്യം ഇതിന്റെ സാധനങ്ങൾ കൂടുതൽ ഉപ്പുവരണിയൊക്കെ പോയതെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് കനകക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാ മോൻ കാണുന്നത്. അതെ. ഞാൻ നമ്പർ മേടിച്ചു വെച്ചിരുന്നു, വിളിച്ചു വന്ന് എടുത്തു. അങ്ങനെ ഒരുപാട് പോവാതിരുന്ന സാധനങ്ങളെല്ലാം വിറ്റുപോയായിരുന്നില്ലേ? ഇപ്പൊ കുറവില്ലേ ഐറ്റങ്ങളെല്ലാം? പിന്നെ ഇതിന്റെ ചെറിയ വിളക്കുണ്ട് കേട്ടോ. ഈ പൊക്കമുള്ളതുണ്ട്. ആ പൊക്കമുള്ളത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പൊക്കമുള്ള പൂവൻകോഴിയും പിടക്കോഴിയും കണ്ടോ? ഇത് പിടക്കോഴി, ഇത് പൂവൻകോഴി. പിന്നെ പൂക്കളെല്ലാം കണ്ടോ? ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഇതിപ്പോ ഞാൻ ഇപ്പൊ ഒരു ഇതായിട്ട് പണിഞ്ഞതാ. ഇതിനകത്ത് നമ്മളെ കരിക്കിന്റെ ആണോ? കരിക്കിന്റെ ഇതിപ്പോ ഞാൻ ഇപ്പൊ ഈ സൈസ് നേരത്തെ പണിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പണിഞ്ഞല്ലേ? അത് രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അത് 2 ജോഡിയായിട്ട് നമ്മളിപ്പോ അത് ജോഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുണ്ടല്ലേ? അതാണ്ടോ ഒരാള് മേടിച്ചാലേ ജോഡിയായിട്ട് വെക്കാം. കൊള്ളാം. നല്ല രസമുണ്ട്. നമ്മള് അതിന് മാത്രം വിലകളൊന്നും മേടിക്കുന്നില്ല. വലിയ വിലയൊന്നും മേടിക്കുന്നില്ല. അതിന് ഈ വിളക്കുണ്ടാക്കി എത്ര ദിവസം എടുത്ത്? ഇത് വിളക്ക് ഉണ്ടാക്കിയ ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാവും. പക്ഷെ ഞാൻ അങ്ങനല്ല പണിഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ അടുത്ത് ഒരാള് എനിക്ക് ഈ ഒരു വിളക്ക് ആ സ്റ്റെയറിന്റെ ഹൈറ്റ് പണിഞ്ഞു തരാമെന്ന് ചോദിച്ചു. സ്റ്റെയറിന്റെ നമ്മുടെ സ്റ്റെയറില്ലേ, അകത്തുള്ള സ്റ്റെയറില്ലേ, അപ്പൊ അതിന്റെ കൈവരി വരത്തില്ലേ, അപ്പൊ ആ ഹൈറ്റ് പണിഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ പണിഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് നമ്മുടെ മെമ്മറി കയറ്റി അത് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എന്തോ വലിപ്പത്തിലായാൽ അത് അവിടെ ജോയിക്കും എന്നുള്ള കണക്കൂട്ടി പിന്നെ അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഞാൻ ചെയ്ത് പിന്നെ ഇതൊക്കെ ഒറ്റ തേങ്ങയാ. അതാണ് ഇത് ഒരു തേങ്ങ. ഇത് ഒരു തേങ്ങയാ. ഒരു തേങ്ങ, അല്ലാതെ അത് ജോയിന്റും മറ്റു കാര്യങ്ങളും ഒന്നും അല്ല. എന്ന് വിചാരിച്ചാൽ അതിനകത്ത സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അത് തന്നെ, വേറൊന്നുമില്ല അതിനകത്ത്. ഒരു ജോയിന്റും ഇല്ല. അതുകൊണ്ടോ ഒരു ജോയിന്റും ഇല്ല. അതാ നോക്കാം കണ്ടോ. ശരിയാണ് കേട്ടോ. ഒറ്റ തേങ്ങ കേട്ടോ ഈ കാണുന്നത്. ഒറ്റ തേങ്ങയാണ്. ഒരു ജോയിന്റും അതിനകത്തില്ല. അതിനകത്ത് ഒരു ജോയിന്റും ഇല്ല. പിന്നെ ഇതിനകത്ത് പിന്നെ അത് നമ്മൾ എടുക്കുന്ന വിചാരിച്ചാൽ അപ്പോൾ അന്ന് ഞാൻ ഈ ത്രെഡ് ഇട്ടല്ലേ ഇത് ചെയ്തത്. അത് 2 എണ്ണം ചെയ്ത് കൊടുത്തത്. 2 എണ്ണം ചെയ്ത് കൊടുത്തത്. അത് എല്ലാം കൂടെ ഞാൻ 2 എണ്ണം കൂടെ ചെയ്ത് വന്നപ്പോഴത്തേന് 18 ദിവസത്തോളം എടുത്ത്. 18 ദിവസത്തിൽ കൂടുതലായി. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒപ്പിക്കണ്ടായി. ഇത് നമ്മൾ പല സ്ഥലത്തും ഈ പേട് തേങ്ങ കിടക്കും. അതൊക്കെ പോയി അത് 10 എണ്ണം പൊതിക്കുമ്പോൾ ചിലപ്പോൾ 1 എണ്ണം കിട്ടും, ചിലപ്പോൾ ഒന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് ചെയ്യുന്നതാണ്. അല്ല, ഇതിന്റെ വേറെ ഒരു വിളക്കുണ്ട്. ഇത്ര ഹൈറ്റുള്ള ഒരു വിളക്കുണ്ട്. ഇത്രയും ഹൈറ്റുള്ള ഒരു വിളക്കിരിപ്പുണ്ട്. അത് ഞാൻ പണിഞ്ഞ ഇപ്പം ഈയിടെ പണിഞ്ഞ അമ്മ കൊണ്ടുവരാൻ വിളക്ക്. അതും കൊള്ളാം കേട്ടോ. അത് 7 തിരിയൊക്കെയാണ്. ഇപ്പൊ പൊടി പിടിച്ചിരിക്കുകയാണ്, നമ്മൾ അതിനകത്ത് ഇരിക്കുകയാണ്. കണ്ടോ കണ്ടോ. 7 തിരിയാണ്. അതിന് രസമുണ്ട് കണ്ടോ. നമ്മൾ പിത്തളയിലും ചെമ്പിലും ഒക്കെ കണ്ട സാധനമാണ്. പക്ഷേ എങ്കിലും ചിരട്ടയിലാണ് ഇപ്പൊ കാണുന്നത്. ഇതെല്ലാം ചിരട്ട, പൂർണ്ണമായിട്ട് ചിരട്ടയിലാണ്. വേറെ ഒന്നുമില്ല ഇതിനകത്ത്, വേറെ ഒന്നുമില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ ത്രെഡ് ഇടാൻ വേണ്ടി ഇതിന് അപ്പം ഇത് നമ്മൾ ഒരിടത്ത് കൊണ്ടുപോയി അടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ, നമ്മൾ മേള സ്ഥലത്തൊക്കെ പോകുമ്പോഴേ
നമുക്കിത് ഊരി കൊണ്ടുപോയെങ്കിലും പറ്റും, ഇങ്ങനെ കൊണ്ടുപോകാനൊക്കത്തില്ല. അല്ല ഇപ്പൊ പാലക്കാടൊക്കെ പോയപ്പോഴേ ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോയി ഇതെല്ലാം? അത് തന്നെ. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് പിന്നെ അതിന് വേണ്ടിയാണ് ഇത് ഞാൻ പിന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ചത്. ഇതിനകത്ത് പൈപ്പാണ്, ജിയോ പൈപ്പാണ് കിടക്കുന്നത്. അങ്ങനെ ഇതിനകത്ത് കിടക്കുന്നത്, ഇതിനകത്ത് കിടക്കുന്നത്. കാര്യം ഇതൊന്ന് താഴെ വീണാലും ഒടിയരുത്. ഓ അങ്ങനെ അങ്ങനെ ഇട്ട് ചെയ്തേക്കുവാണ്. അങ്ങനെയാണ് ഇത് ത്രെഡ് ഇട്ട് നമ്മൾ ലേത്തി കൊടുത്ത്, ആ പൈപ്പ് ലേത്തി കൊടുത്ത് ഇത് ചെയ്ത് അതെല്ലാം. അല്ല അമ്മ ഇത് എങ്ങനെ കൊണ്ടുപോയി? ഇത് ഇതുപോലെ എക്സ്പോർട്ടിനകത്ത് ഇത് പിന്നെ ഞങ്ങൾ പോകുന്ന വണ്ടിക്കകത്ത് കൊണ്ടുപോകത്തേ ഉള്ളൂ. ഓ വണ്ടിക്കകത്ത് ഞങ്ങളുണ്ട്, മറ്റേതെല്ലാം പിന്നെ ട്രെയിനകത്ത് കയറ്റിവിടും. എന്നാലും കുറച്ചൊക്കെ അങ്ങ് ചെല്ലുമ്പോഴത്തേനും കുറച്ചൊക്കെ പോകും. ട്രെയിനിൽ കയറ്റി വിട്ടാൽ ശല്യമാവും, അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് പോകും, പൊട്ടിപ്പോവില്ലേ? നമ്മള് സാധനം കൊണ്ട് പോയി ഒട്ടിക്കാൻ നടക്കണം. അതുകൊണ്ട് ഞങ്ങളൊരു കാർ വിളിച്ചോ ഓട്ടോ വിളിച്ചോ പോയാൽ അതിനകത്താ കൊണ്ടുപോകും. അങ്ങനെ മിക്കറും പോകുന്നത്. ഓക്കെ അച്ഛാ, അന്നേരം നമ്മൾ അച്ഛപ്പം പറയും മറ്റൊരാളുടെ ആഗ്രഹപ്രകാരമാണ് ഇപ്പൊ ഈ ഒരു വിളക്ക് ചെയ്തത്. അന്നേരം നമ്മൾ വീഡിയോ ഒരുപാട് പേര് കാണും. അന്നേരം അവര് നിനക്ക് ഓരോ ആശയങ്ങൾ പറയും. ചെയ്ത് കൊടുക്കൂ? തീർച്ചയായും കൊടുക്കുമല്ലേ? തീർച്ചയായും. രണ്ടുപേരും ഇങ്ങനെ നിൽക്കും കേട്ടോ, എന്ത് വെള്ളം ചെയ്തു തരാൻ വേണ്ടി. നമുക്ക് ആവതുണ്ടെങ്കിൽ ചെയ്യും. ആവതുണ്ടെങ്കിൽ ചെയ്തു തന്നിരിക്കും. ആവത്തൊന്നുമില്ല എങ്കിൽ ആരിങ്ങോട്ട് വിടുന്ന അത് ഞങ്ങൾ ചെയ്തു കൊടുക്കില്ല. ഞാൻ സുഖമില്ലാത്ത ആളാണ്. എനിക്ക് അപ്പം ഇപ്പം സുഖമില്ലാതെ ഇപ്പം എനിക്ക് സുഖമുള്ളത് ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ പേരില്ല. അല്ലെ ഞാൻ അസുഖക്കാരനായി പോയേനെ. അതെ 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 ഞാൻ അസുഖക്കാരനായി. അപ്പൊ ഞാൻ ഇതിന്റെ ശ്രദ്ധയിലാണ്. അപ്പൊ രോഗത്തിന്റെ ശ്രദ്ധയില്ല, മരുന്ന് മാത്രം കഴിക്കുന്നു. കോഴിക്കോട്ട് പോയിച്ച് വന്ന് ഞങ്ങൾ പോയ ആലപ്പുഴ, മറ്റു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ ചിലപ്പോൾ എനിക്ക് പിടിച്ചെന്നിരിക്കത്തില്ല. അതൊരു 3-4 ദിവസമൊക്കെ നിൽക്കും. പിന്നെ നമ്മളത് പാലക്കാട് എത്ര ദിവസം നിന്ന്? 10 ദിവസം നിന്നില്ലേ? അത് അവരാണ് എല്ലാം നോക്കുന്നത്, നമ്മുടെ ചെലവല്ല? എല്ലാം നമുക്ക് എല്ലാ റൂം, പിന്നെ സ്റ്റോള്, ഇതെല്ലാം അവരുടെ വകയല്ലേ. നമ്മുടെ സർക്കാരിന്റെ പിന്നെ സരസ്യമേളയല്ലേ, കേന്ദ്ര സർക്കാരിന്റെ മേളയല്ലേ. ഓക്കെ 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 ഓക്കെ. അവിടുത്തെ നമുക്ക് അവരൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇപ്പോഴും എനിക്ക് നമ്മുടെ ജില്ലയുടെ ഒരു ഇത് കിട്ടി. ഒരുപാട് അവിടുന്ന് ഞങ്ങൾക്ക് അണ്ണന് കിട്ടിയ അവാർഡാണ്. അമ്മയുടെ പേരൊന്നും ഞാൻ മറന്നു പോയല്ലേ? സർല. അച്ഛന്റെ പേരെന്തായിരുന്നു? ശിവൻകുട്ടി. ഇതിപ്പോ കിട്ടിയതാ എനിക്ക്. ഇപ്പം കിട്ടിയല്ലേ? ഓക്കെ ഓക്കെ. ഓ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. അമ്മയുടെ ഫോട്ടോ ഇല്ലല്ലേ? ഇല്ല, ഇത് എനിക്കുള്ള. അമ്മയുടെ ഇഷ്ടം പോലെ ഇരിക്കുന്നത് അകത്തിരിപ്പുണ്ട്, ഒരുപാട് ഇരിപ്പുണ്ട്. എനിക്ക് കിട്ടിയ ഒരുപാട് ഇരിപ്പുണ്ട്. വ്യവസായ വകുപ്പിന്റെ. ഓക്കെ. അല്ല, എനിക്ക് വ്യവസായ വകുപ്പിന്റെ, മറ്റേത് കുടുംബശ്രീയുടെ ഇതായിട്ട് ദേശീയ സരസ്യമേള എല്ലാം അവിടെ പേര് വരുന്നത്. അമ്മയുടെ പേര് വരും അല്ലേ? ഉണ്ടല്ലേ? അമ്മയുടെ എടുത്തുണ്ടോ? കാണിക്കാം. ഇല്ല, ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ ഒരുപാട് ഇരിപ്പുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആള് വന്നായിരുന്നു. ഡൽഹിയിൽ നമ്മള് വീഡിയോ വന്നതിന് ശേഷമാണോ? ആണല്ലേ? സന്തോഷം. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ആള് ഇവിടെ വന്ന് ആദ്യമേ അവര് പഞ്ചായത്ത് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവർക്ക് പിന്നെ അന്നേരം ഇവിടെ വരണം. അങ്ങനെ ഇവിടെ വന്ന് അന്ന് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ഈ സാധനങ്ങൾ പിന്നെ നമ്മൾ ആ വീടില്ലയോ, ആ വീട് ഭയങ്കര വെള്ളം കയറുകയായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ അങ്ങേ അവിടെ കൊണ്ട് വെച്ചു കൊടുത്ത് അവരെ കാണിച്ച് പോയി. ഇപ്പൊ ഇന്നലെ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മളെ സ്ഥലപ്പേരൊക്കെ ഒന്ന് പറയാം. പിന്നെന്താ നമ്മുടെ സ്ഥലപ്പേര് പറയണ്ടേ? മൈനാപ്പള്ളി. കൊല്ലം മൈനാപ്പള്ളി. കൊല്ലം കുന്നത്തൂര്. കറക്റ്റ് ആയിട്ട് അമ്മ അച്ഛന്ന് പറഞ്ഞ സ്ഥലപ്പേരൊന്ന് വരേണ്ട വഴി എന്ന് പറഞ്ഞേ. വരേണ്ട വഴി നമ്മൾ കൊല്ലത്ത് നിന്ന് വരുവാണെങ്കിൽ നേരെ കരുനാഗപ്പള്ളി വഴി മൈനാഗപ്പള്ളി. കൊല്ലം വരുക, കൊല്ലം കിഴക്കുടയും വരാം. കുണ്ടറ വഴി ഭരണിക്കാവ്, യാസാങ്കുട്ടം, മൈനാഗപ്പള്ളി. ഇത് കുന്നത്തൂർ താലൂക്കാണ്. കുന്നത്തൂർ താലൂക്ക്. ഓക്കെ അച്ഛാ. ഓക്കെ. അന്നേരം അതാണ് ഏറ്റവും കൂടുതൽ മണ്ണൂർക്കാവ് അമ്പലം. ഓക്കെ. ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കഥകളി നടക്കുന്ന ക്ഷേത്രം. അങ്ങനെയുണ്ടല്ലേ പ്രത്യേകത? പിന്നെ അമ്മയുടെ പേരാ മണ്ണൂർക്കാവിലമ്മ. ഓക്കെ ഓക്കെ. താണ്ടെ ഇത് നമ്മൾ അന്നും കണ്ടായിരുന്നു കേട്ടോ, കറികളൊക്കെ കോരാൻ ഉപയോഗിക്കുന്ന കൊണ്ട് സ്പൂണൊക്കെ ഉണ്ടല്ലേ? അതൊന്ന് കാണിക്കാവോ നിങ്ങളെ? ആ സ്പൂണും കൂടെ എടുത്ത് ആണ്. കൊള്ളാല്ലേ? ഇത് വലുതുമുണ്ട് ചെറുതുമുണ്ട്. അത് പല റേറ്റിലേ ഉണ്ട്. കൊള്ളാം. ആഹാ, നമ്മളെ ക്യാമറമാനൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കുള്ളേ. അതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ട് ചില വീഡിയോ എടുക്കുമ്പോൾ കാണും കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സംഭവം നോക്കണം, ക്യാമറ നോക്കണം, രണ്ടും കൂടെ നടക്കത്തില്ല. അതാണേ ഈ ഐറ്റത്തിന് പേരെന്തായിരുന്നു? കറുത്തൂക്ക്. അത് തന്നെ. ഇതിന്റെ സ്റ്റീലിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിലൊക്കെ ഹോട്ടലുകാരൊക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. കുടുംബശ്രീ ഹോട്ടലുകാരോ? കുടുംബശ്രീക്കാർ അല്ലാത്ത ഹോട്ടലുകാരും എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. 4 ടൈപ്പ് കറി വെക്കാം. കറിയല്ല, തോരൻ, അവിയല്,
അങ്ങനെയുള്ള ഐറ്റങ്ങൾ കുറേ വെക്കാം. പിന്നെ 4 ഐറ്റം വെക്കാം. പിന്നെ നല്ല സ്പൂൺ ഉണ്ടാവും. ഇത് നമ്മൾ തേക്കും തടിയാണ്. എന്തോ സംഭവം? അത് നമ്മുടെ ഈ തവിയുടെ പിന്നെ കമുക്. കവുങ്ങ്. ഓ ശരിയാ, ഞാൻ എന്ത് മണ്ടത്തര പറഞ്ഞു. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അല്ല, തടിയുടെ ഒരു സാധനങ്ങളും നമ്മൾ ചെയ്യുന്നില്ലല്ലേ? തടിയൊന്നും ചെയ്യുന്നില്ല. അതെന്ന് പറയുന്നത് കറ ഇറങ്ങും. അതിന് കറ ഇറങ്ങും. തടികൾ ഇപ്പൊ എല്ലാരും പല ആൾക്കാരും തവികൾ കൊണ്ടുവരുന്നുണ്ട്. തിരിച്ചു നോക്ക്, കണ്ടോ അതിന്റെ വർക്ക് കണ്ടോ? അതാ വർക്ക്. താഴെ വീണാ പോവോ എടുക്കുവോ ഒന്നും ചെയ്യത്തില്ലല്ലേ? കൊള്ളാം. 4 സ്പൂണും ഉണ്ട്. തൂക്കാണ് കേട്ടോ. എന്നോട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അച്ഛനും അമ്മയും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ മാക്സിമം കപ്പക്കരിപ്പുണ്ട്, ടീ കപ്പക്കരിപ്പുണ്ട്, ചായക്കപ്പുണ്ട്. അന്നാ അതും എടുത്തോ? ടീ കപ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ടീ കപ്പ്, വന്നപ്പോഴേ 6 ഐറ്റങ്ങളെന്ന് പറഞ്ഞു ഇപ്പൊ ഒരുപാട് ഐറ്റങ്ങൾ ആയില്ലേ. വൈൻ കപ്പ്, നമ്മുടെ കിണ്ടിയൊക്കെ നമ്മൾ നേരത്തെ എടുത്തതില്ല, അതിനകത്ത് കാണിക്കാം. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഇതൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. നമ്മള് പിന്നെ എത്തിച്ചു കൊടുക്കണം, കുറേ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അയച്ചു കൊടുത്തോണ്ടിരിക്കുവല്ലേ? സന്തോഷം. ഇതുണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ കൗങ്ങിന്റെ ആ തടിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് പറഞ്ഞാൽ ചിരട്ടനാണ് കേട്ടോ. കേട്ടോ ചിരട്ട. നമ്മള് സ്പൂണും സെറ്റും അടിപൊളി, കൊള്ളാം. ഇത് അത് തന്നെ തടി, ഈ ചിരട്ടനല്ലേ? അത് തന്നെ കൊള്ളാം. എല്ലാം തന്നെ. അല്ല, അത് തന്നെ ചെയ്തിട്ട് വരണമെങ്കിൽ ഇത് ഒരു സൈസ് തേങ്ങ തന്നെ വേണം. അത് തേങ്ങ എടുത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇന്ന് തേങ്ങ എടുത്തില്ല, അല്ല മറ്റേ ചിരട്ട എവിടെ പോയി ഒപ്പിക്കുന്നത്? ഇത് ഏറ്റവും കൂടുതൽ ഇതെല്ലാം നമ്മൾ തേങ്ങ മേടിക്കുന്നതാണ്. ഇപ്പം ഈ പുട്ട് ബേക്കറും ഒക്കെ ചെയ്യുന്നതിന് തേങ്ങ മേടിച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ ഒക്കും. നമുക്ക് ടീ കപ്പ് ചെയ്യണമെങ്കിലും നമ്മളൊരു തേങ്ങ മേടിച്ചെങ്കിലും ചെയ്യാൻ ഒക്കും. അല്ലാത്ത ഒരു ചെയ്യാൻ ഒക്കില്ല. കാര്യം അത് എല്ലാം ഗ്രൈൻഡ് ചെയ്തെല്ലാം വരുമ്പോഴത്തേന് പിന്നെ ഇച്ചിരിയേ കാണത്തുള്ളൂ. ഇത് ഇപ്പം ചെയ്ത് കഴിഞ്ഞെടുത്തോണ്ട് വന്നാൽ മതി. വേണ്ട. ഓഹോ, അമ്മ നിറച്ചെടുത്തോണ്ട് അമ്മ വെക്കാൻ പറ്റട്ടെ. ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. അത് വൈൻ കപ്പ്. വൈൻ കപ്പ് ഇല്ലേ? വൈൻ കപ്പ്, ചായ കപ്പ്, ടീ കപ്പ്. കണ്ടോ കണ്ടോ, ഇതാ ഒരു തേങ്ങ വേണമെന്ന് പറയുന്നത്. കണ്ടോ? ഓക്കെ. പകുതി കൊണ്ട് മുറിച്ചാൽ ചെയ്യാൻ കിട്ടത്തില്ല. ടീ കപ്പ്. ടീ കുടിക്കാവോ? പിന്നെ ഇത് കുടിക്കാനായത് ആൾക്കാർ കൊണ്ടുവന്ന. ഇത് 250 രൂപ നമ്മുടെ ഫ്ലിപ്കാർട്ട് ആമസോണിനകത്ത് വിലയുണ്ട്. അച്ഛൻ എത്ര രൂപ കൊടുക്കും? ഞാൻ 100 രൂപയ്ക്ക് കൊടുക്കുന്നു. 100 രൂപ കൊടുക്കൂലേ? അത് കണക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എല്ലാം കിട്ടും കേട്ടോ. അച്ഛനെ കോൺടാക്ട് നമ്പർ വെക്കുന്നതായിരിക്കും. നമ്മൾ പുറത്തോട്ടല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഡെലിവറി പൈസ നമുക്ക് കിട്ടിയിരിക്കണം. കാര്യം ഇത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ. അതെ. അല്ലാതെ നമുക്ക് 100 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ ഡെലിവറി ചാർജ് കൊടുക്കണം. വൈൻ കപ്പ് ഉണ്ടോ? ചായക്കപ്പ്. അത് തന്നെ ചായക്കപ്പ് കുറേ ഉണ്ട്. ഇത് വൈൻ കപ്പ് ഇല്ലേ? കൊള്ളാം. അത് അതിനകത്ത് ചായ കുടിക്കാം, പായസം കുടിക്കാം, പാല് കുടിക്കാം, അത് എല്ലാം ഉപയോഗിക്കാം. പാലൊക്കെ ഒഴിച്ചാൽ പിരിഞ്ഞു പോകുന്ന പേടിക്കുകയും വേണ്ട. ഒന്നും പേടിക്കണ്ട. കള്ളും കുടിക്കാം. അത് തന്നെ.